ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണധ്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണീയം 1-ാം ദശകത്തിൽ 6 വരെ ഉള്ള ശ്ലോകങ്ങളാണ് പഠിച്ചു നിർത്തിയത്. 7-ാമത്തെ ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹാ ജീവഭാജം യത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം തദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. കഷ്ടാ തേ സൃഷ്ടിചേഷ്ട, കഷ്ടാ തേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ, ബഹുതര ഭവഖേദാവഹ ജീവഭാജാം, ജീവഭാജാം ഇത്യേവം. അടുത്ത വരിയിലും മീ പറയരുത്. ഭാജാം എന്ന് പറഞ്ഞ ദീർഘത്തോടു കൂടി പൂജയിട്ടല്ലോ. അടുത്ത വരിയിൽ പറയുമ്പോൾ ഇത്യേവം ഈ പറയാവുള്ളൂ, മീ പറയരുത്. ഇത്യേവം പൂർവം ആലോചിതമജിത, പൂർവം ആലോചിതം അജിത. കുട്ടി വായിക്കുമ്പോൾ പൂർവമാലോചിതമജിതമയ നൈവമദ്യാഭിജാനേ, നൈവമദ്യാഭിജാനേ. ന ഏവം അതാണ് നൈവം, നൈവം അദ്യാഭിജാനേ. നോ ചേത് ജീവ, നോ ചേത് ജീവ. കുട്ടി വായിക്കുമ്പോൾ നോ ചേത് ജീവ കഥം വാ മധുരതരമിതം ത്വത് വപു ചിത് രസാർദ്രം. കുട്ടി വായിക്കുമ്പോഴാണ് ത്വദ്വപുശ്ചിദ്രസാർദ്രം, ത്വത് വപു ത്വദ്വപു ചിത് രസാർദ്രം. ചിത് കുട്ടി വായിക്കുമ്പോൾ ചിദ്രസാർദ്രം, ത്വദ്വപുശ്ചിദ്രസാർദ്രം അങ്ങനെയാണ് വായിക്കേണ്ടത്. നേത്രൈഹി ശ്രോത്രൈ ച, നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ, പരമരസസുധാംഭോധിപൂരേ രമേരൻ. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാം ബഹുതര ഭവഖേദാവഹാ ജീവഭാജം യത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം തദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഒന്നുകൂടി കൂടുതലായിട്ട് മനസ്സിലാകും. അജിത, അജിതൻ എന്ന് പറഞ്ഞാൽ ജയിക്കപ്പെടാത്തവനായ അല്ലയോ ഗുരുവായൂരപ്പ. തേ നിന്തിരുവടിയുടെ സൃഷ്ടിചേഷ്ട കഷ്ട, അവിടുത്തെ ഈ സൃഷ്ടി വ്യാപാരം എന്നത് വളരെ കഷ്ടമാണ്. ജീവഭാജം ജീവികൾക്ക് ബഹുതര ഭവഖേദാവഹ പലതരത്തിലുള്ള സംസാര ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഏവം ഇപ്രകാരം മയാ പൂർവം ആലോചിതം മുമ്പ് ഞാൻ കരുതിയിരുന്നു. അദ്യ ഇപ്പോൾ ഏവം ന അഭിജാനെ ഞാൻ അങ്ങനെ കരുതുന്നില്ല, വിചാരിക്കുന്നില്ല. നോ ചെയ്ത് സൃഷ്ടിചേഷ്ട ഉണ്ടായില്ലെങ്കിൽ, അവിടുന്ന് സൃഷ്ടി ചെയ്തില്ല എങ്കിൽ ജീവഹ ജീവാത്മാക്കൾ ചിദ്രസാർദ്രം, ചിത് രസാർദ്രം ജ്ഞാനരസം കൊണ്ട് ആർദ്രമായതും മധുരതരം അത്യന്തം മധുരവും ആയ ഇതം തത് വപു അങ്ങയുടെ ഈ വപുസ് ഈ ശരീരം നേത്രൈ ശ്രോത്രൈ ച
നേത്രൈ കണ്ണുകൾ കൊണ്ടും ശ്രോത്രൈ ചെവികൾ കൊണ്ടും പീത്വ പാനം ചെയ്തിട്ട് പരമരസസുതാംബോധിപൂരെ പരമാനന്ദ രൂപമായ അമൃത സമുദ്രത്തിൽ കഥം വാരമേരൻ എങ്ങനെയാണ് രമിക്കുക? ഇവിടെ ശ്ലോകം തുടങ്ങുമ്പോൾ അജിത എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അജിത എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാനാകാത്തവനെ. യോഗേശ്വരനായ ഭഗവാനെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക? ഭഗവാന്റെ മായാപ്രവർത്തനം കൊണ്ടാണ് തോൽവിയും പരാജയവും ഉണ്ട് എന്ന് തോന്നുന്നത്. തേ സൃഷ്ടിചേഷ്ട ജീവഭാജ ബഹുതര ഭവഖേദാവഹ. അതായത് അവിടുത്തെ സൃഷ്ടിചേഷ്ട, അവിടുന്ന് സൃഷ്ടി ചെയ്യുന്നത് ജീവികൾക്ക് പലതരത്തിലുള്ള സംസാര ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ മുൻപ് വിചാരിച്ചിരുന്നു. അവിടുന്ന് സൃഷ്ടി ചെയ്തപ്പോൾ പല സംസാര ദുഃഖങ്ങളും ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത്. തേ സൃഷ്ടിചേഷ്ട എന്ന് പറയുമ്പോൾ ഭഗവാൻ ലോകത്തെ സൃഷ്ടിച്ചു എന്നും, അതായത് ഭഗവാൻ സ്വയം മത്സ്യകൂർമ്മ വരാഹാദികളായിട്ട് രൂപം പൂണ്ട് സൃഷ്ടിചേഷ്ട ചെയ്തു എന്നും പറയുന്നുണ്ട്. അങ്ങനെ അർത്ഥം പറയാം. രണ്ടു തരത്തിലായാലും ആ പ്രവൃത്തിയുടെ ഫലം ജീവികൾക്ക് ദുഃഖമാണ്. ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത് ഏവം മയാപൂർവം ആലോചിതം എന്നാണ് ഞാൻ മുൻപ് കരുതിയിരുന്നത്. അദ്യ ഏവം അഭിജാനെ, ഇപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നില്ല. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു അവിടുന്ന് സൃഷ്ടി ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഭഗവാനെ, അങ്ങ് സൃഷ്ടി ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ കരുതിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ അങ്ങനെ കരുതുന്നില്ല. അതായത് സൃഷ്ടിയുടെ ഫലമായിട്ട് എല്ലാ ജീവികൾക്കും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം, നമ്മളൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടാകുന്നുണ്ടല്ലേ. സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും, അങ്ങനെ ഒരു ദുഃഖം. പിന്നെ പഠിച്ചു കഴിഞ്ഞ് ഓരോരോ ക്ലാസ്സിലേക്കും മുതിർന്ന ക്ലാസ്സിലേക്കും ഒക്കെ കയറി കഴിയുമ്പോൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും, അതുപോലെ പഠിച്ചൊക്കെ കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ അതൊരു ദുഃഖം, അതിന് വേണ്ടിയിട്ട് അലയണോ. പിന്നീട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്നു. അതിനുശേഷം കുട്ടികളുണ്ടാകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ ഓരോരോ തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അത് അവിടുന്ന് സൃഷ്ടി ചെയ്തുകൊണ്ടല്ലേ എന്നൊക്കെ മേൽപ്പത്തൂർ ചോദിക്കുകയാണ്. ഭഗവാന് തന്നെ ഓരോരോ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ടല്ലോ. ഭഗവാനായിട്ട് അവതരിച്ച രാമാവതാരത്തിലാണേലും കൃഷ്ണാവതാരത്തിലാണേലും ഏതൊക്കെ അവതാരത്തിലാണേലും ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ രാമായണ കാലത്ത് കാട്ടിൽ കഴിഞ്ഞ ഭഗവാൻ സീതയെ കാണാഞ്ഞ് അലഞ്ഞു തിരിഞ്ഞതും, പിന്നീട് ഹനുമാൻ്റെയും സുഗ്രീവൻ്റെയൊക്കെ സഹായത്താൽ സീതയെ വീണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോഴോ മറ്റുള്ളവരുടെ പറച്ചിൽ കേട്ടിട്ട് സീതയെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ആ കുട്ടികളുണ്ടായിട്ട് കുട്ടികളെ ഒന്ന് കാണുവാൻ പോലും സാധിച്ചില്ല. അങ്ങനെ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കൃഷ്ണാവതാരത്തിലാണേലും എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു അല്ലേ. ഉണ്ടായ ഉടനെ തന്നെ അമ്മയുടെ അടുത്തുനിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. എല്ലാം കട്ടെടുക്കുന്ന കള്ളൻ എന്ന പേര് കിട്ടേണ്ടതായിട്ട് വന്നു. എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ണനും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ, അതായത് ഈ സൃഷ്ടി നടക്കാതിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ആ മധുരതരവും ഛിദ്രസാർദ്രം ഇതം, മധുരതരം ഛിദ്രസാർദ്രം ഇതം, മധുരതരവും ഛിദ്രസാർദ്രവുമായ അവിടുത്തെ വപുസിനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ആവോളം നുകരുവാൻ
ആവോളം നിവർന്ന പരമാനന്ദമാകുന്ന പീയൂഷത്തിൽ കളിയാടുവാൻ എങ്ങനെ കഴിയും? അവിടുന്ന് സൃഷ്ടി ചെയ്തുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവിടുത്തെ ആ സൃഷ്ടിയെ ഞാൻ വാഴ്ത്തുന്നു. അങ്ങ് സൃഷ്ടിക്ക് സ്വയം വിധേയനായി അവതാരങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അരൂപിയും ബ്രഹ്മതത്വ സ്വരൂപിയുമായ ഭഗവാന്റെ ആ ബാലഗോപാല വിഗ്രഹം ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഭട്ടതിരിപ്പാടും നമ്മളുമൊക്കെ അവിടുത്തെ ആ സൃഷ്ടിയുടെ ഫലമായിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ നാരായണീയമൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഭഗവാന്റെ രൂപം കണ്ടും ഭഗവത് കഥകൾ കേട്ടും പരമാനന്ദ ലഹരിയിൽ മുഴുകി ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയതിനെയും തന്നെ സൃഷ്ടിച്ചതിനെയും സൃഷ്ടിച്ചതായിട്ടും ഒക്കെ ഇവിടെ വാഴ്ത്തി പറയുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ സൃഷ്ടി വ്യാപാരങ്ങൾ ഏറെ കഷ്ടതരവും ജീവാത്മാക്കൾക്ക് വിവിധ തരത്തിലുള്ള സംസാര ദുഃഖങ്ങളെ വരുത്തുന്നതുമാണ് എന്ന് ഞാൻ മുമ്പ് കരുതിയിരുന്നു. നോ ജീവാകഥം വാ മധുരതരമിതം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. അവിടുന്ന് സൃഷ്ടി വ്യാപാരം നടത്തി ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവാത്മാക്കൾക്ക് മോക്ഷാനന്ദകരവും രമണീയവുമായ അവിടുത്തെ ശരീരത്തെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ആവോളം നുകർന്ന പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ കളിയാടാനാകുന്നത്? കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിതം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഇനി വായിച്ചു പഠിക്കുവാൻ പാകത്തിന് വായിച്ചു തരാം. ഞാൻ ഒരു ലൈൻ വായിച്ചു കഴിഞ്ഞാൽ അല്പസമയമുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വായിക്കുന്ന പോലെ തന്നെ വായിക്കണം. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജം. വായിച്ചോ. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിതം ത്വദ്വപുശ്ചിദ്രസാർദ്രം നോ ചേജ്ജീവാ കഥം വാ മധുരതരമിതം ത്വദ്വപുശ്ചിദ്രസാർദ്രം
നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഒന്നുകൂടി വായിച്ചു തരാം. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.